ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇന്നലെ നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ട്. 80,000-ലധികം പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് 1,00,000-ന് മുകളിലായിരുന്നു. ഈ വിവരം ആരാണ് നമുക്ക് തരിക? ലതീഷ് തയ്യാറായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന്, സന്നിധാനത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ലതീഷ്, നമുക്കറിയാം ഈ ഒരു മകരവിളക്ക് ഉത്സവ സമയത്ത് എത്രത്തോളം വലിയ തീർത്ഥാടക തിരക്കാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നേരിയ തിരക്ക് എന്ന് പറയുന്നത് അത് ഒരു കുറഞ്ഞ കണക്കൊന്നുമല്ല അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ശബരിമലയിൽ സന്നിധാനത്ത് തീർത്ഥാടകർ എത്തുന്നത്? ഈ സുഗമമായ സൗകര്യങ്ങളെക്കുറിച്ച്, ക്രമീകരണങ്ങളെക്കുറിച്ച് അവരുടെ പ്രതികരണവും. അന്ന, കാവ്യ, ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്നാൽ നിയന്ത്രണ വിധേയമാണ് തിരക്ക് എന്ന് തന്നെ പറയാം. കാരണം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അവർക്ക് ശബരിമല ദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒരുക്കിയിരിക്കുന്നത്. അതിനോട് ഭക്തർ എല്ലാവരും തന്നെ സഹകരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ അല്പം കുറവുണ്ടായി. അത് 80,000-ൽ പരം ആളുകൾ ഇന്നലെയും ദർശനത്തിനെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവസാന കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അത് വരുന്നത്. 89,106 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. അതിൽ 22,516 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനത്തിന് എത്തിയത്. പുല്ലുമേട് വഴി 4,380 തീർത്ഥാടകരും ഇന്നലെ ദർശനത്തിനെത്തി. ഇന്നും അവധിയാണ്. ഇന്നും ഇന്നലെ ഉള്ളതുപോലെ തന്നെയുള്ള തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്നലെ മരക്കൂട്ടം, ശബരിപീഠം വരെയൊക്കെ തിരക്ക് തുടർന്നിരുന്നു. അപ്പോൾ പമ്പയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഓരോ 20 മിനിറ്റിലും ആളുകളെ കയറ്റിവിടുന്ന സാഹചര്യമാണ് ഇന്നലെ പമ്പയിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ തടഞ്ഞു നിർത്താതെ തന്നെ കൃത്യമായി അവരെ മുഴുവനും ഒരേ സമയം തന്നെ കടത്തിവിടുന്ന സാഹചര്യമാണുള്ളത് പലയിടത്തും. ശരി, ലതീഷാണ് വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്.